ഹായ് ചകരയുടെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കുറച്ച് മുരിങ്ങക്കായ് നോക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ അന്ന് നമുക്ക് അധികം മുരിങ്ങക്കായൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ഇപ്രാവശ്യം കുറച്ച് മുരിങ്ങക്കായ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതിലും നിറയെ മുരിങ്ങക്കായൊക്കെ കഴിഞ്ഞ പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം വളരെ കുറവാണ് മുരിങ്ങക്കായ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ ഒരു 3-4 മുരിങ്ങക്കായ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പോഴാണ് കുറച്ച് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തുള്ളതൊക്കെ ഒന്നിങ്ങനെ പറിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് അപ്പുറത്തും ഉണ്ട് കേട്ടോ. അത് നമുക്ക് എത്താത്ത കാരണം ഞാൻ പിന്നെ ഏട്ടനെ കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു പറിച്ചു തരാൻ വേണ്ടിയിട്ട്. മുരിങ്ങക്കായ് നമ്മുടെ അവിടെ ഇങ്ങനെ ഉണ്ടാകുന്നതൊക്കെ ഒരു സന്തോഷമാണ് അല്ലേ. അത് പറിക്കുന്നതും കൂട്ടാൻ വയ്ക്കുന്നതും ഒക്കെ അത് നല്ല ഫ്രഷായി തന്നെ കൂട്ടാൻ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അല്ലേ. ഇപ്പോൾ പിന്നെ മുരിങ്ങക്കായ്, ചക്ക, മാങ്ങ ഒക്കെ അതിൻ്റെ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അല്ലേ. ഞാൻ പിന്നെ വേഗം തന്നെ താത്തി തന്നതൊക്കെ ഒന്ന് പറിച്ചെടുക്കുകയാണ് കേട്ടോ. നമുക്ക് മൂളി വരണം കേട്ടോ. നമ്മുടെ മുരിങ്ങക്കായ് പറിക്കാൻ വേണ്ടിയിട്ട് താഴെയൊന്നും നമുക്ക് കിട്ടാറില്ല. അപ്പോൾ ഞാൻ ആയതൊക്കെ വേഗം തന്നെ ഒന്ന് പറിച്ചെടുക്കണം കേട്ടോ. ഒരു വീടാകുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള നമ്മുടെ മുരിങ്ങ, അതുപോലെ വാഴ, അതുപോലെ ചക്കമരം, മാങ്ങമരം, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. എന്താ പറയുക, പഴയ കാലത്തൊക്കെ ഒരു കഷ്ണം വാഴയില കിട്ടുക പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാലമായിരുന്നു കേട്ടോ. നമുക്ക് പറയുമ്പോൾ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ വാഴ വെക്കാനുള്ള സ്ഥലമൊന്നും ഉണ്ടായിരുന്നിട്ടില്ല കേട്ടോ എൻ്റെ വീട്ടിൽ. ആ സമയത്ത് നമുക്കൊരു വാഴയില കിട്ടുക പറയുമ്പോൾ അത് ഭയങ്കര അപൂർവമായിട്ട് കിട്ടി ഇല്ലെങ്കിൽ ഇല്ല. അപ്പോൾ പറയുമ്പോൾ ഒരു വാഴയില കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര അതിശയമാണ് കേട്ടോ. നമുക്കധികം സ്ഥലമൊന്നും ഉണ്ടായിരുന്നിട്ടുണ്ടാകുന്നില്ല. പണ്ട് പറഞ്ഞാൽ ഇതിനൊക്കെ ക്ഷാമമില്ലാണ്ടൊക്കെ ഒരുപാട് ഉണ്ടാവും. പക്ഷേ നമ്മുടെ ആ ഭാഗത്ത് വാഴയില കിട്ടാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ അധികം സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വാഴ വെക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വാഴയിലൊക്കെ ഊണ് കഴിക്കുക എന്ന് പറയുന്നത് അപൂർവമായിട്ട്, അതായത് ഓണത്തിന് അല്ലെങ്കിൽ വല്ല കല്യാണത്തിന് അങ്ങനെയൊക്കെ പോയാൽ മാത്രമേ നമുക്ക് വാഴയില കിട്ടാറുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ വാഴയില പറയുമ്പോൾ എനിക്ക് ഭയങ്കര ജീവനാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇവിടെ വാഴ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇല മുറിക്കലും അതിൽ ഭക്ഷണം കഴിക്കലൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ സ്വന്തമായിട്ട് വീട് വാങ്ങലും അതുപോലെ വീട് കെട്ടലും ഒക്കെ ആയപ്പോൾ അവിടെ ഞാൻ വാഴയൊക്കെ വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ. നമുക്ക് ബാക്ക് ഒട്ടും സ്ഥലമില്ലാതെ നിങ്ങൾക്ക് അറിയാമല്ലേ. ആ ഉള്ള സ്ഥലത്ത് 2 വാഴ വെച്ചാണ് കേട്ടോ. ഇപ്പം നിറയെ വാഴയും അതുപോലെ തന്നെ മുരിങ്ങ, അതും നമ്മൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. മുരിങ്ങക്കായ് കിട്ടിയില്ലേ. പക്ഷേ നമുക്കൊരു മുരിങ്ങ കൊത്ത് എപ്പോഴെങ്കിലും നമുക്കതൊന്ന് കറി വെക്കണം എന്ന് തോന്നുമ്പോൾ അവിടെയും ഇവിടെയും പോയി ചോദിക്കുന്നതിനെക്കാട്ടിലും നമ്മുടെ വീട്ടിൽ ആ സാധനം ഉള്ളുമ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം അല്ലേ. അതുപോലെ വാഴ പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടാവുന്നത് നമ്മുടെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അതിൻ്റെ തണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് എപ്പോഴും ഞാൻ നമ്മുടെ പഴയ വീട്ടിൽ നിന്ന് ഇവിടേക്ക് വരുന്ന സമയത്ത് വിചാരിച്ചാണ് ഉള്ള സ്ഥലത്ത് ഒരു വാഴ, അതുപോലെ ഒരു മുരിങ്ങ, അതുപോലെ പറ്റിയ ഒരു പപ്പായ, ഇതൊക്കെ വെക്കണം എന്ന് കേട്ടോ. പിന്നെ അതുപോലെ ഒരു ചക്കമരം. അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്നോടെ വെച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് അതിൽ നിന്നൊക്കെ കിട്ടുമല്ലോ. ഏതൊരു സാധനം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യഥേഷ്ടം അത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റൂലേ. ഒരാൾ തന്നതുകൊണ്ടൊന്നും നമുക്കത് ശരിയായി എന്ന് വരില്ല. നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇഷ്ടമുള്ളുമ്പോൾ ഒക്കെ അത് പറിച്ച് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഒരാൾ തരുന്നതിലും നമ്മൾ വാങ്ങുന്നതിലൊക്കെ ഒരു പരിധി ഉണ്ടാവില്ലേ. പക്ഷെ നമ്മുടെ വീട്ടിലാവുമ്പോൾ ആ ഒരു പരിധിയേ ഇല്ല. നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് ഉപയോഗിക്കാനും അത് ആസ്വദിക്കാനും പറ്റില്ലേ. അപ്പോൾ ആ ഒരു ഇതിലാണ് കേട്ടോ ചെറിയ സ്ഥലത്ത് ഞാൻ വേറൊന്നും നമുക്ക് വെക്കാൻ പറ്റിയില്ലെങ്കിലും ഈ വക കാര്യങ്ങൾ ഞാൻ വെച്ചിരിക്കുന്നത്. നമുക്ക് ഒട്ടും സ്ഥലമില്ല കേട്ടോ. മതിലും നമ്മുടെ വീടിൻ്റെ ചുവരും അടുത്തടുത്താണ്. പക്ഷേ ആ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ മുരിങ്ങയും അതുപോലെ നമ്മുടെ വാഴയൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ ഇതിനിടയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂട്ടുകാർ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് അതിലും ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പറയാനുണ്ട്. വേറൊന്നുമല്ല, സ്കൂൾ വെക്കേഷനൊക്കെ ആണ്. ആ സമയം കൊണ്ട് തന്നെ കുട്ടികൾക്ക് 2 ആൾക്കും സുഖമില്ല കേട്ടോ. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കും പനിയാണ്, സുഖമില്ല. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞു.
അതുപോലെ തന്നെ വേഗം തന്നെ അടുക്കളയ്ക്ക് വന്നു. പിന്നെ നമ്മുടെ മുരിങ്ങക്കായ് പറിക്കാൻ പോയി. അതൊക്കെ നല്ല ആക്റ്റീവായിട്ട് തന്നെ ചെയ്തു കേട്ടോ. ഇതെല്ലാം കഴിയുമ്പോഴേക്കാണ് എനിക്കും വയ്യാണ്ടായിട്ടുണ്ടായിരുന്നത്. അശ്വിൻ പനിയായിട്ട് രാത്രി മുഴുക്ക പനിയായിരുന്നു. അതുകൊണ്ട് രാത്രി ആർക്കും ഉറക്കം ഉണ്ടായിരുന്നില്ല കേട്ടോ. എണീക്കുമ്പോൾ കുറച്ച് ലേറ്റായിട്ടാണെന്ന് എണീറ്റിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് രാവിലെ ചെയ്യുന്ന ആ കോലായി അടിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടാകുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. ഇനി കുട്ടികൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കണം കേട്ടോ. തലേ ദിവസം ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് ചക്ക വേണം, ഒരാൾക്ക് ചെറുപയർ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരി, ഇനിയിപ്പോൾ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും അത് വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ നമ്മൾ ചക്കയൊക്കെ വേവിക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചക്ക വേവിക്കാനിട്ടു. പിന്നെ അത് നേരം കൊണ്ട് തന്നെ ഞാൻ വയ്യാന്ന് എനിക്കും തോന്നിയപ്പോൾ ഞാൻ ഉള്ള പണി ചെടുക്കനെ ചെയ്തിട്ട് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ നമ്മൾ വെള്ളമൊക്കെ വെച്ച് കുപ്പിയിൽ ആക്കി കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഈ ജോലിയൊക്കെ അക്ഷയ ചെയ്യുന്നതാണ്. വെള്ളം ആക്കലും തുണി തിരുമ്പലും അക്ഷയയുടെ ജോലിയാണ് കേട്ടോ. പക്ഷേ അവൾക്ക് വയ്യാത്ത കാരണം ഞാൻ തന്നെയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വേഗം വെള്ളം ഇങ്ങനെ ആക്കി വെച്ചാൽ എന്താ പറയുക, നമുക്ക് ഈ വയ്യാത്ത സമയത്ത് വെള്ളം കുടിക്കാനും കുറച്ച് കൂടുതലായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ വെള്ളമൊക്കെ ഒന്ന് റെഡിയാക്കി അതൊക്കെ ഒന്ന് ആക്കി വെച്ചാണ് കേട്ടോ. ഇതിനിടയിൽ അശ്വിൻ കാപ്പി വേണം പറഞ്ഞു. അപ്പോൾ ഞാൻ അവന് കുറച്ച് കാപ്പി ഇട്ട് കൊടുത്താണ് കേട്ടോ. അപ്പം വായു കശപ്പുള്ളത് കൊണ്ട് തന്നെ കാപ്പിക്ക് കുറച്ച് കശപ്പ് കൂടി മധുരം വേണം എന്നിട്ട് എന്നെ വിളിക്കുകയാണ് കേട്ടോ. പിന്നെ അവൻ തന്നെ വന്ന് കുറച്ച് മധുരമൊക്കെ ഇട്ട് അത് കുടിക്കുകയൊക്കെ ചെയ്തു. ഞാൻ പിന്നെ വേഗം നമ്മുടെ ചക്ക വെന്തപ്പം, ചക്കയല്ല കേട്ടോ, ചെറുപയർ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് വിസിലടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് വെന്തത് പോരാ തോന്നി, അപ്പോൾ ഒന്നുകൂടെ വിസിലടുപ്പിച്ചെടുക്കാൻ പറഞ്ഞിട്ടാണ്. അങ്ങനെ അതൊന്ന് വേവാൻ വെച്ച നേരം കൊണ്ട് തന്നെ കുറച്ച് നാടൻ മാങ്ങാപ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മുറിക്കണം. എന്താ പറഞ്ഞാൽ അതവിടെ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തത് വയ്യ, അതുകൊണ്ട് ആരും തന്നെ അത് കഴിക്കാൻ നിൽക്കില്ല. അപ്പോൾ പിന്നെ കൈയോട് തന്നെ ഏട്ടൻ മുറിച്ച് തന്നാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇരുന്നത് കഴിക്കണം. അശ്വിനെ കഴിക്കാൻ വിളിച്ചപ്പോൾ അവൻ വേണ്ടാന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ നിർബന്ധിക്കേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നാടൻ മാങ്ങാപ്പഴം ആയതുകൊണ്ട് തന്നെ. അങ്ങനെ അതെല്ലാം ഞങ്ങളെല്ലാവരും കൂടെ വേഗം തന്നെ കഴിച്ചു കേട്ടോ. വെക്കേഷൻ ആയപ്പോൾ ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോയതായിരുന്നു കേട്ടോ. പെട്ടെന്നായിരുന്നു നമുക്ക് എന്താ പറയുക അസുഖം വന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഒരാൾക്ക് വന്നാൽ പിന്നെ എല്ലാവർക്കും വരുമല്ലോ. അപ്പോൾ ആദ്യം അശ്വിന് വന്നു, പിന്നെ അക്ഷയ്ക്ക് വന്നു. അവർ രണ്ടാൾക്കും നല്ല ജലദോഷവും ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നല്ല മേലുവേദന ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഏതായാലും ഞാൻ വേഗം കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ രണ്ടുപേരും ചെറുപയറും ചക്കയും വേണം പറഞ്ഞു. അപ്പോൾ 2 ഐറ്റം വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ ഒരു ഐറ്റം ആക്കിയിട്ട് അങ്ങോട്ട് ചക്കയും ചെറുപയറും കൂടെ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ രണ്ടും വേവിച്ചത് നമ്മൾ ഒരേ ചീനച്ചട്ടിക്ക് കടുക് വറുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അരപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കഴിക്കാൻ നമുക്ക് ചോറിൻ്റെ കൂടെ അല്ല കേട്ടോ, വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും തന്നെ ഈ ഒരു കറിയല്ല, ഈ ഒരു ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതിനുള്ള അരപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഈ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ചെറിയ തീയിൽ കിടന്നിട്ട് അങ്ങനെ ഒന്ന് ഒരു 2-3 മിനിറ്റ് ആവി കയറി ഒന്ന് റെഡിയായി വരണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെയല്ല കേട്ടോ, വെറുതെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് റെഡിയാക്കി ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ട് ചെറിയ തീയിൽ അങ്ങനെ വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് 2-3 ദിവസമായിട്ടോ. പക്ഷെ നമുക്ക് എന്താ പറയുക, എനിക്കും വയ്യാണ്ടായതുകൊണ്ട് തന്നെ എനിക്കിതിന് സൗണ്ട് കൊടുക്കാൻ ഒന്നിനും പറ്റിയില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ബുധനാഴ്ച വീഡിയോ ഇടാണ്ടിരുന്നത്. പിന്നെ ഞാൻ അതിന് ശേഷമാണ് പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഓക്കെ ആയപ്പോൾ ഇനിയിപ്പോൾ വീഡിയോ ഇടാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ പറഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇപ്പോഴും കറക്റ്റായിട്ടൊന്നും റെഡി ആയിട്ടില്ല. തൊണ്ടവേദന അതുപോലെ തന്നെ ഈ മരുന്നൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ വായ്പുണ്ണ് വരുമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചെറുതായിട്ട് പനിയുണ്ട്. അപ്പോൾ എന്താ പറയുക, ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ അത് എല്ലാവർക്കും വരും. എന്തായാലും ഒരു 3-4 ദിവസം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം കഞ്ഞിയായപ്പോൾ തന്നെ 2 ആൾക്കും കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, പൊടിയരി കഞ്ഞിയാണ് കേട്ടോ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് വേഗം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കഞ്ഞിയാവുമ്പോൾ എന്താ പറയുക, ഒന്ന് ദഹിക്കാനും കുട്ടികൾക്ക് കഴിക്കാനും ഒക്കെ ഒരു സുഖമുണ്ടോ. ഇപ്പോൾ നമ്മൾ കൂട്ടാൻ വെച്ചതൊന്നും അവർ കാര്യമായിട്ടൊന്നും കഴിക്കില്ല. എന്താ പറയുക, വയ്യാത്ത കാരണം കഴിക്കില്ല. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് വെക്കാണ്ടിരിക്കേണ്ടാവിട്ട് ഞാൻ വെച്ചതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അച്ചാർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക പറയുമ്പോൾ എരിവ് ആയതുകൊണ്ട് അത് വേണ്ട വെച്ചാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കഞ്ഞിയൊക്കെ നമ്മൾ വാരി കൊടുത്താൽ തന്നെ 2 വായി കഴിക്കുള്ളൂ കേട്ടോ. ആവശ്യം പ്രത്യേകിച്ചിട്ട് എന്താ പറയുക
തന്നെ കഴിക്കാൻ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാണ്. വയ്യാണ്ടായാൽ പിന്നെ പറയുകയും വേണ്ട കേട്ടോ. അപ്പോൾ കഞ്ഞി വാരി കൊടുക്കുമ്പോൾ ആലോചിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് വയ്യാണ്ടാവുമ്പോൾ അമ്മ വാരി തരുമ്പോൾ ഒരു നല്ലൊരു സുഖമാണ് അല്ലേ. അപ്പോൾ അമ്മയൊക്കെ ഇങ്ങനെ വാരി തരുന്ന ആ ഒരു ഓർമ്മയൊക്കെ വന്നു കേട്ടോ നമുക്ക്. അപ്പോൾ വർത്തമാനം പറയാനും കിട്ടില്ല വയ്യാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് റെഗുലറായിട്ട് ചെയ്തില്ലെങ്കിൽ അതും ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ നമ്മുടെ വീഡിയോ എടുത്ത് വെച്ച വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് അതിന് പിന്നെ വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അവന് കഞ്ഞിയെല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ എനിക്ക് നല്ല ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ എണീച്ച് പോരാത്തതിന് കുളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തലയൊക്കെ നനച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഏകദേശം പണിയൊക്കെ ആകുമ്പോഴേക്കും തന്നെ ആൾക്ക് നല്ല വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചറിയോ, വേഗം നമ്മുടെ അടുക്കള അങ്ങോട്ട് ഒതുക്കിയിട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, പിന്നെ നമുക്ക് വൈകുന്നേരം വരെ മിണ്ടാണ്ട് കിടക്കുക. എന്ന് പറഞ്ഞാൽ വെച്ച കഞ്ഞി ഇരിക്കുന്നുണ്ട്, ഉപ്പേരി ഇരിക്കുന്നുണ്ട്. വയ്യാത്തതുകൊണ്ട് പിന്നെ കാര്യമായിട്ടൊന്നും വേണ്ടി വരില്ല. അപ്പോൾ പിന്നെ ഇതൊന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തിൽ കിടക്കാമല്ലോ പറഞ്ഞിട്ടാണ് കേട്ടോ. അത് ഞാൻ അടുക്കളയൊക്കെ ഒന്ന് വേഗം തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനും കഞ്ഞി കുടിക്കുകയാണ് കേട്ടോ. നല്ല ചൂടോടെ വേഗം കുറച്ച് കഞ്ഞിയോട് കുടിച്ചതിന് ശേഷം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടാണ്. നമ്മൾ നേരത്തെ ഇട്ട വീഡിയോസിനൊക്കെ ഒരുപാട് കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കമൻറ്റ് ചെയ്യാത്ത ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ വീഡിയോ കാണുന്നുണ്ട്, കമൻറ്റ് ഇടാണ്ടാണ് എന്നിട്ട് പറഞ്ഞിട്ട് കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വളരെ സന്തോഷമായി കേട്ടോ. നമ്മളെ കാണുന്നവർ കമൻറ്റ് ഇടുക പറയുമ്പോൾ അതന്നെ ഒരു സന്തോഷമാണല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട്